ബസ്സുകളിലൊക്കെ ഈ പ്രിയദർശിനി സ്റ്റിക്കർ പതിപ്പിക്കുന്ന നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാളെയാണ് ഈ ഒരു ഉദ്ഘാടനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ ആ രീതിയിൽ തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് തന്നെ പോകാം. എന്തായി ഈ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ? ബസ്സുകളെല്ലാം സജ്ജമാണോ? വനിതാ ഡ്രൈവറും കണ്ടക്ടറുമാണ് നാളെ മുഖ്യമന്ത്രിയുമായി യാത്ര ചെയ്യുക. അപ്പോൾ അവിടെ നിന്നും ദേവൻ MP വിവരങ്ങളുമായി ചേരുകയാണ്. എനിക്ക് തോന്നുന്നു ദേവൻ ഈ പ്രിയദർശിനി ബസ്സുകളുടെ അടുത്തു നിന്നുമാണ് നമുക്കൊപ്പം ചേരുന്നത് എന്നുള്ളത്. ദേവൻ, എന്തായാലും ഒരു കല്യാണ വീട്ടിലെ തലേന്നത്തെ ഒരുക്കങ്ങൾ പോലെ ആയിരിക്കും നാളത്തെ ഈ ഒരു ഉദ്ഘാടന മഹാമഹത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ ഉണ്ടാകുക. അതിന് ഈ പ്രിയദർശിനി സ്റ്റിക്കറുകൾ അടക്കം പതിപ്പിക്കുന്നു, മറ്റ് നടപടികളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ്, എത്രമാത്രം വിപുലമായിട്ടാണ് ഈ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പോഴേത് രീതിയിലാണ് ഒരുക്കങ്ങൾ? സ്വാതി, തീർച്ചയായും സ്വാതി പറഞ്ഞതുപോലെ തന്നെയാണ്. നാളത്തെ ആ ഒരു ദിവസത്തിന് വേണ്ടി KSRTCയിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ആ സന്തോഷത്തിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ ഓരോ ഡിപ്പോകളിൽ എത്തുമ്പോഴും ആ കാണുന്ന കാഴ്ചകൾ അങ്ങനെ തന്നെയാണ്. ഈ ഒരുക്കങ്ങളെല്ലാം തന്നെ ഏതാണ്ട് അവസാന ഘട്ടത്തിലായെന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഈ സ്വാതി ഇപ്പോൾ അതിന്റെ എക്സ്പ്ലെയിനറിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ച ബസ്സുകളിലാണ് ഇത്തരത്തിൽ ഈ സൗജന്യ യാത്ര ഉണ്ടായിരിക്കുന്നത്. അത്തരം ഈ സ്റ്റിക്കർ പതിക്കുന്ന നടപടിക്രമങ്ങൾ ഇപ്പോൾ ഏകദേശം പൂർത്തിയായി വരുന്നു. ഇനി വളരെ ചുരുക്കം ബസ്സുകളിൽ കൂടി മാത്രമാണ് തിരുവനന്തപുരത്തെ വിവിധ ഡിപ്പോകളിൽ ഇനിയിപ്പോൾ ഈ സ്റ്റിക്കർ പതിക്കാനുള്ളത്. അതുകൂടി പൂർത്തിയാകുന്നതോടുകൂടി തന്നെ നാളെ മുതൽ ആരംഭിക്കുന്ന ഈ ഒരു ചരിത്ര യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ്. അതെല്ലാം തന്നെ ഇപ്പോൾ അവസാന ഘട്ടത്തോടുകൂടി പൂർത്തിയാകുന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രം മതി അതെല്ലാം തന്നെ പൂർത്തിയാകാനായിട്ട്. ഏതായാലും സാധു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ ഒരു ചരിത്രത്തിലേക്ക് തന്നെയാണ് KSRTC കടക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഒരു സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ, അത് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ചും നാളുകളായി അല്ലെങ്കിൽ വളരെ നാളുകളായി തന്നെ പല മേഖലകളിൽ നിന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതൊന്നും തന്നെ നടപ്പിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിനൊരു സാധ്യത തെളിഞ്ഞു വന്നതും അതിലേക്ക് കടക്കുന്നതും. മറ്റൊരു കാര്യം, ഇപ്പോൾ എൻ്റെ ഒപ്പം നാളത്തെ ഈ ചരിത്രയാത്രയ്ക്ക് ആദ്യമായി അല്ലെങ്കിൽ ചരിത്രയാത്രയ്ക്കൊപ്പം അതിന്റെ ചരിത്ര നിമിഷത്തിൽ ഭാഗമാകുന്ന ബസ്സിലെ കണ്ടക്ടർ കൂടി ചേരുകയാണ്. ജയകുമാരി എന്നാണ് കണ്ടക്ടറുടെ പേര്. ഏതാണ്ട് 17 വർഷമായി KSRTCയിൽ ജോലി ചെയ്യുന്നു അല്ലേ? ഈ നാളത്തെ ഒരു ചരിത്ര നിയോഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്ത് തോന്നുന്നു? വളരെ അഭിമാനകരമായിട്ട് ഒരു മുഹൂർത്തമായിട്ടാണ് തോന്നുന്നത്. കാരണം വനിതകളെ സംബന്ധിച്ചിടത്തോളം ഒരു സൗജന്യ യാത്ര പ്രഖ്യാപിക്കുന്നു. അത് KSRTCയിൽ തന്നെ അത് ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ നാളെ അങ്ങനെ ഒരു അവസരം കിട്ടിയത് ഭയങ്കര അഭിമാനമായിട്ട് തന്നെയാണ് കരുതുന്നത്. ഈ തന്നെ അല്ലെങ്കിൽ മേഡത്തിന്റെ പേര് തിരഞ്ഞെടുത്തതിൽ എന്തെങ്കിലും നടപടിക്രമങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഭാഗ്യമായി വന്നു ചേർന്നതാണ്. അതെ 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 അതിന്റെ രീതികളൊന്നും അറിയില്ല. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷനും CTOയും കൂടി വിളിച്ചു പറഞ്ഞു. ഷീല നമ്മുടെ KSRTCയിലെ ഏക വനിതാ ഡ്രൈവർ ആയിരുന്നു. ഇപ്പോൾ ഒരാളും കൂടി ഉണ്ട്. KSRTCയിലെ ഡ്രൈവറാണ് ഷീലയും ജയകുമാരിയാണ് കണ്ടക്ടറും ഡ്രൈവറുമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. തമ്പാനൂർ തിങ്കളാഴ്ച 7 മണിക്ക് എത്തണം എന്നറിയിച്ചു. അതനുസരിച്ച് റെഡിയായി നിൽക്കുന്നു. അതും ഒരു കാര്യം തന്നെയാണ് സ്വാതി. പറയുന്ന പോലെ KSRTCയിലെ ഏക വനിതാ ഡ്രൈവറാണ് ഷീല എന്ന് പറയുന്നത്. പെരുമ്പാവൂർ ഇപ്പോൾ ഒരാൾ കൂടെ ഉണ്ട്. പെരുമ്പാവൂർ ഡിപ്പോയിലല്ലേ? പെരുമ്പാവൂർ ഡിപ്പോയിലെ ഏക വനിതാ ഡ്രൈവറാണ്. അതേ ഡ്രൈവർ തന്നെയാണ് നാളത്തെ ഈ ചരിത്ര നിമിഷത്തിൽ വാഹനത്തിന്റെ അല്ലെങ്കിൽ മന്ത്രിമാർ സന്ദർശിക്കുന്ന ബസിന്റെ ഡ്രൈവറായി എത്തുന്നതും. ഈ KSRTCയിൽ ഇപ്പോൾ ഇത്രയും വർഷമായി ജോലി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ഇപ്പോൾ ഈ സർക്കാർ നടപ്പിലാക്കുന്ന പോലെ ഒരു ആശയം എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? KSRTC വനിതകൾക്കൊരു സൗജന്യ യാത്ര നൽകിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നൊക്കെ അങ്ങനെ ഒരു കാര്യം തോന്നിയിരുന്നു. കാരണം പല സ്റ്റേറ്റുകളും, ഞാൻ ഡൽഹിയിൽ ഇടയ്ക്കൊന്ന് പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ സൗജന്യം ആദ്യം ആം ആദ്മി പാർട്ടി ആണെന്ന് തോന്നുന്നത് കൊണ്ടുവന്നത്. പക്ഷേ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ലേഡീസ് വളരെ ഒരു നല്ല ശമ്പളമുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, അവർക്കൊരു കാർഡുണ്ട്, പക്ഷേ ഡൽഹിയിലുണ്ടായിരുന്നവർക്ക് മാത്രമാണ് അത് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ട്. കാരണം പലപ്പോഴും ചിലവരൊക്കെ കയറി കഴിയുമ്പോൾ അയ്യോ മക്കളെ ടിക്കറ്റിന് പൈസയില്ല എന്ന് പറയുന്നൊരു സാഹചര്യം കാണുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം പൊതുഗതാഗതം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന പോലല്ല. പല കൺട്രികളിലും ഇവിടെയും എല്ലാം പൊതുഗതാഗതം ജനങ്ങൾക്ക് വേണ്ടി ഫ്രീ കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ്. അതിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു വരുന്നത്, ഇതിപ്പോൾ ലേഡീസിൻ്റെ മാത്രമല്ല, മൊത്തത്തിൽ ലാഭകരമായാലുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗുണം റോഡിലെ ട്രാഫിക് ഒഴിവാകും. എല്ലാവരും അവരവരുടെ സ്വന്തം വണ്ടി ഉപേക്ഷിച്ചിട്ട് പൊതുഗതാഗതത്തിലേക്ക് ആശ്രയിക്കുന്ന ഒരു ലെവലിലേക്ക് വരും. അതാണ് ഒന്നാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അത് അപ്പോൾ ശരിക്കും വണ്ടി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ടാക്സ് പോകില്ല, അങ്ങനെ പോലെ. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വരുമാനം മാറ്റുന്ന ഒരു സാധനമാണ് പെട്രോളിയം ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത്.
അതിൻ്റെ കുറവെന്ന് പറയണത് കൂടുതലായിട്ടും ആൾക്കാർ ബസ് അല്ലെങ്കിൽ ഇത് പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റോഡിലെ തിരക്കും കുറയും. ഈ പറയുന്നത് പോലെ തന്നെ മറ്റു ചില പാരിസ്ഥിതികമായിട്ടൊക്കെ അതിന് ഗുണങ്ങളുണ്ട്. ഏതായാലും നാളെ ഈ ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാവുകയാണ്. അതിൽ എക്സൈറ്റഡ് ആണോ? തീർച്ചയായിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാനും ഒരു വനിതയാണ്, എൻ്റെ അമ്മയും വനിതയാണ്. അവർക്കൊക്കെ ഫ്രീ ആയിട്ട് അവർക്ക് പോകണം എന്ന് തോന്നുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അയ്യോ വണ്ടിക്കൂലിക്ക് പൈസ താ എന്ന് നമ്മളോട് അവർ ചോദിച്ചു വാങ്ങിക്കാതെ അവർക്ക് തോന്നുന്നിടത്തേക്ക് പോകാം എന്നുള്ളൊരു സാഹചര്യം അതൊരു വലിയ കാര്യമാണ്. ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ അവർക്കൊന്ന് സ്വതന്ത്രമായിട്ടൊന്ന് യാത്ര ചെയ്യാനുള്ളൊരു അവസരം കിട്ടുകയാണ്. ഇപ്പോൾ ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ, ഇനി അത് മറ്റ് ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടോ? അത് സർക്കാരുടെ നയമാണ്, സർക്കാരാണ് അത് തീരുമാനിക്കാനുള്ളത്. അതിനകത്ത് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. നന്ദി. ഏതായാലും അതൊരു വലിയ കാര്യം തന്നെയാണ്. പറഞ്ഞതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് അവരുടെ യാത്രാ ആവശ്യങ്ങൾക്കായിട്ട് ഈ പണം മറ്റൊരാളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോവുക എന്നുള്ളതൊക്കെ പറയുന്നത് അതൊക്കെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ മാറിക്കൊണ്ട് അവർക്കൊരു സൗജന്യ യാത്ര അതവരുടെ അവകാശമായി മാറുന്ന ഒരു തലത്തിലേക്ക് അത് മാറുന്നു എന്നുള്ളതൊക്കെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു അഭിമാനകരമായ കാര്യം തന്നെയാണ്. ഏതായാലും സ്വാതി, ഈ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ട ബസ് ടെർമിനലിലാണ്. ഇവിടെ നാളെ ഈ പറയുന്നത് പോലെ തന്നെ നാളെ മുതൽ വനിതകളുമായി സൗജന്യ യാത്ര നടത്തുന്ന പ്രിയദർശിനി ബസ്സുകൾ ഏകദേശം എല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ എത്തുന്നുണ്ട്. മറ്റ് പല ബസ്സുകളും ഇപ്പോൾ അവസാനഘട്ട ഒരുക്കത്തിലുമാണ്. ഇതിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് നാളെയും ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. പ്രത്യേകിച്ചും CPM-ഉം CPI-യും ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന നേരത്തെ തന്നെ ഇറക്കിയിട്ടുമുണ്ട്. ഇതിലൊരു ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള നടപടിയെന്നാണ് സർക്കാരിന്റെ ഈ ഒരു പദ്ധതിയെ CPM ഒപ്പം തന്നെ വിലയിരുത്തുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നത് വനിതകൾക്ക് എല്ലാവർക്കും തന്നെ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പദ്ധതി പ്രാവർത്തികമാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രം ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ആക്ഷേപമായി അവർ ഉയർത്തിക്കാട്ടുന്നു. അതായത് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഏതായാലും അത്തരം വിവാദങ്ങളെല്ലാം തന്നെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. നാളെ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനവും. ഏതായാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ ഒരു പദ്ധതി വളരെ വിപുലമായി വളരെ ആഘോഷത്തോടുകൂടി നടത്താൻ തന്നെയാണ് സർക്കാരിന്റെയും ഒപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെയും തീരുമാനം. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകൾ കൂടി ഈ ഒരു പരിപാടിയുടെ ഭാഗമാകുന്നു. പ്രത്യേകിച്ചും മഹിളാ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളെല്ലാം തന്നെ നാളെ ഈ KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ഭാഗമായി എത്തുന്നുണ്ട്. അങ്ങനെ വളരെ വിപുലമായി നടത്താൻ തന്നെയാണ് സർക്കാരിന്റെയും ഒപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെയും തീരുമാനം. അത്തരത്തിൽ നാളെ ഒരു ചരിത്ര യാത്രയ്ക്ക് തുടക്കമിടുകയാണ് KSRTC എന്ന് തന്നെ പറയേണ്ടി വരും. സ്വാതി. ശരി ദേവൻ, എന്തായാലും ഒരു ചരിത്ര ദിനമാണ് നാളത്തെ ദിനം എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇനി ഈ ഫാസ്റ്റ് ബസ്സിലേക്ക് അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലേക്കൊക്കെ ഇതൊക്കെ വ്യാപിപ്പിക്കുമോ, അല്ലെങ്കിൽ ഇത് എത്ര നാളാണ് ഓർഡിനറി ബസ്സിൽ ഇത് പരീക്ഷണം എന്ന രീതിയിൽ നടത്തുന്നത് എന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വടക്കൻ ജില്ലകളിലേക്ക് പോവുകയാണെങ്കിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഈ ഫലം എങ്ങനെയാണ് ഉണ്ടാകുക എന്നതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിഹരിച്ച് ഒരു നല്ല പദ്ധതിയായി തന്നെ ഈ ഒരു പദ്ധതി മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. നാളെ എന്തായാലും വിപുലമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ്, അതിൻ്റെ വിവരങ്ങളാണ് ദേവൻ നൽകിയത്.